പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ CB ആൻഡ്രൂസ് അറ്റ്ലാന്റയിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ദൈവം തന്നെ ഇന്ന് രാത്രിയിലും സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ബൈബിൾ വായിക്കാനുള്ളവർ ദയവായി തയ്യാറായിരിക്കാം. പേരുകൾ ഞാൻ കർത്താവിന്റെ ദാസന് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രിയ സിസ്റ്റർ കുമാരി സുനിൽ പ്രാർത്ഥിക്കുമോ? അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാണ് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട്. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധന നിത്യന നീതിമാനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിലെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. അപ്പൊ കർത്താവെ, ഞങ്ങൾക്ക് ഒരുക്കി തന്ന കർത്താവെ ക്ലാസ്സിന് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. ദൈവവചനം പഠിപ്പിക്കുന്ന ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ദൈവമേ, ഹല്ലേലൂയ. പ്രിയ അഭിഷിക്തനെ കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ, ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾക്ക് കർത്താവെ പഠിപ്പിക്കുന്ന ഓരോ വിഷയവും കർത്താവെ, ഹല്ലേലൂയ, അത് ഹൃദയസ്ഥമാക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ ദൈവമേ, പരിശുദ്ധാത്മാവെ അവിടുന്ന് ഓരോ മക്കളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കർത്താവെ അങ്ങയുടെ തിരുവചനം അനുസരിച്ച് ജീവിപ്പാൻ ഹല്ലേലൂയ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, ഇനിയും കൂടി വരുവാനുള്ള എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകർ ഈ മീറ്റിംഗ് വന്ന് ഹല്ലേലൂയ ക്ലാസ്സിൽ വന്ന് പങ്കുകൊള്ളുവാനെല്ലാം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഞങ്ങൾ എല്ലാവരിലും പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്ന പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ അഭിഷിക്തൻ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ ദേവദാസൻ ലാലു സാറെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കൂടി വന്നിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു അപ്പ. ദൈവമേ, പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന എല്ലാം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഇന്ന് വായിക്കുവാൻ പറഞ്ഞിരിക്കുന്നവർ, പേര് തന്നിരിക്കുന്നവർ സിസ്റ്റർ ബിൻസി ബിൻസൻ, അഞ്ജു സാറ, അമിത ആൻഡ് എലിസബeth വർഗീസ്. ഇവർ 4 പേരും മാറി മാറി വായിക്കുന്നതായിരിക്കും. കർത്താവിന്റെ ദാസനെ ഞാൻ പേരുകൾ കൈമാറിയിട്ടുണ്ട്. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ വളരെ ആത്മാർത്ഥതയോടെ ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസൻ CB ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ 4ാമത്തെ ഈ സെക്ഷനിലെ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ ലാലു ജേക്സ് സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന ഡോക്ടർ ഷാജി കെ ദാനിയലിനെ ഓർത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണുവാൻ ദൈവം ഒരു മുഖാന്തരം കൂടി ഒരുക്കി തന്ന കുറവയ്ക്കായി സ്തുതിക്കുന്നു. നമ്മളിപ്പോൾ 5 സഭകളെ കുറിച്ച് പഠിച്ചു കഴിയുവാൻ തക്കണ്ടിയായി തീർന്നു. അത് എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയത്തൈര 4 സഭകളെ കുറിച്ച് പഠിച്ചു. 5ാമത്തെ സഭയിലേക്ക് പ്രവേശിക്കുകയാണ്. സർവീസ് സഭയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 3 സഭകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ 3ാം അധ്യായം 2ഉം 3ഉം അധ്യായങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്നുള്ള വിഷയം അത് പഠനം പൂർത്തിയായിട്ട് ഭാവികാല സംഭവങ്ങളിലേക്ക് 4ഉം 5ഉം അധ്യായങ്ങൾ ഈ സെമസ്റ്ററിന് മുമ്പ് തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സർവീസ് സഭയെക്കുറിച്ചുള്ള ദൂത് നമ്മൾ സംസാരിക്കുമ്പോൾ അത് 5 ദിവസത്തെ ക്ലാസ് ആണ്. പക്ഷെ ഞാൻ 2 ക്ലാസ് കൊണ്ട് ഒതുക്കാൻ തക്കണം, ഒറ്റ ക്ലാസ് കൊണ്ട് ഒതുക്കാൻ നോക്കിയിട്ട് അത് നടക്കത്തില്ല. ഞാൻ എടുക്കാൻ കഴിയുന്നത്തോളം എടുക്കാം. അത് പെട്ടെന്ന് സർവീസ് സഭ അവിടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. അവിടെ ദൂത് സംസാരിച്ചിരിക്കുമ്പോൾ ആ ദൂതിൻ്റെ ആശയം കൂടെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പോയെങ്കിലേ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന അതേ തിരുവെഴുത്ത് പൂർത്തിയാക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഈ പുസ്തകം വായിച്ച് കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നവർ പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും എല്ലാ സഹോദരന്മാരെയും ഞാൻ വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിനുള്ള സ്നേഹത്തിലാണ്
നമ്മളെല്ലാവരും ഒന്നിച്ച് ഇവിടെ കൂടുവാൻ തക്കവടിയായത്. ഈ മഹത്തായ ഓൺലൈൻ ബൈബിൾ കോളേജ് ഇതുപോലെ നടക്കുന്ന പോലെ വേറെ ഒന്നും നടക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, നിങ്ങൾക്കെല്ലാം ബിരുദവും കിട്ടും, കാഷ് അവാർഡും കിട്ടും. ഈ നിലയിൽ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു ജേക്കബ് സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ സർദി സഭയെക്കുറിച്ചുള്ള ദൂത് ആരംഭിക്കുകയാണ്. 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 5 പേരുടെ പേര് എനിക്ക് തന്നിട്ടുണ്ട്: ബിൻസി, അഞ്ജു, അമിത, എലിസബത്ത്. നിങ്ങൾ മാറി മാറി വായിക്കും. സിസ്റ്റർ സെലിൻ കോശി ഉണ്ട് കേട്ടോ. സെലിൻ കോശി ജോയിൻ ചെയ്തിട്ടുണ്ട്. വായിക്കും. സെലിനുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് വാക്യങ്ങൾ ഞാൻ എഴുതി അയച്ചെങ്കിലും അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാ ഭാഗത്തേക്കും കടന്നു പോകാൻ തൊക്കെ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സെലിനും വായിക്കും. ആദ്യമായിട്ട് ബിൻസി മോൾ വായിച്ചാട്ട് അതെ 3-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കാം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക: ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേർ ഏറ്റു പറയും. ആത്മാവ് സഭയോട് പറയുന്നത് കേൾക്കട്ടെ, ചെവിയുള്ള കേൾക്കട്ടെ. അതോട് വായിച്ചെങ്കിൽ അത് പൂർത്തിയാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നന്നായിട്ട് പ്രിയ പൈതൽ വായിപ്പാൻ തക്കണം ഇടയായി തീർന്നു. വെളിപ്പാട് പുസ്തകത്തെ 3 ഭാഗമായി തിരിച്ചിരിക്കുന്നത് മറക്കല്ലേ, പരീക്ഷയ്ക്ക് വരും. നീ കണ്ടത് 1-ാം അധ്യായം എന്ന് പറഞ്ഞാൽ 11 മുതലുള്ള വാക്യങ്ങളാണ് നീ കണ്ടത്. ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നതാണ് അതേ സഭായുഗം. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ സമയത്തെ കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് സഭായുഗം. ഇനിമേൽ സംഭവിക്കാനുള്ളത് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ. അതിൽ വെളിപ്പാട് പുസ്തകത്തിനെ കുറിച്ച് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3 സഭകളെക്കുറിച്ച് 4 സഭകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തേര. എഫെസോസ് തുയത്തേരയ്ക്ക് മുമ്പുള്ള ക്ലാസ്സുകൾ ഓൺലൈനിൽ ലാലു സാറ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്താൽ കൂടുതൽ ആശയങ്ങൾ ലഭിക്കും. നമ്മൾ തുയത്തേരയ്ക്ക് ചോദിക്കുന്ന ഓരോ കാലഘട്ടം. ഈ 7 സഭകൾ അന്ന് തുർക്കിയിലുണ്ടായിരുന്ന 7 സഭകളാണ്. ഈ 7 സഭകളെ മാത്രം തിരഞ്ഞെടുത്തതിൻ്റെ കാരണം ഈ 7 സഭകൾ കൂടാതെ അനേക സഭകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. ഗലാത്യ സഭകൾ തുർക്കിയിലാണ്. അതുപോലെ തന്നെ ഹിയറപ്പോലിസ് സഭ തുർക്കിയിലാണ്. കൊലോസി സഭ തുർക്കിയിലാണ്. ത്രോവാസൻ പറഞ്ഞ സഭ തുർക്കിയിലാണ്. ഇങ്ങനെ അനേക സഭകൾ അവിടെ ഉണ്ട്. ആസിയിൽ അപ്പോസ്തലനായ പൗലോസ് ഏഷ്യ മൈനർ താമസിക്കുമ്പോൾ തൊർന്നല്ലോസിന്റെ പാഠശാലയിൽ 2 വർഷം ബൈബിൾ ക്ലാസ് നടത്തി. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം നമ്മൾ കാണുന്നു. 20-ാം അധ്യായത്തിൽ പൗലോസ് തൻ്റെ മിഷണറി യാത്രയിൽ പോകുന്ന വഴിക്ക് എഫെസോസിലെ മൂപ്പന്മാരെ മിലത്തോസിൽ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറഞ്ഞു, കഴിഞ്ഞ 3 വർഷം ഞാൻ നിങ്ങളുടെ ഇടയിൽ അത് ഒട്ടും മറച്ചു വയ്ക്കാതെ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിച്ചുവെന്ന് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിനും എഴുതിയിട്ടുണ്ട്. മൊത്തം 3 വർഷം താൻ അവിടെ താമസിച്ച് പ്രവർത്തിച്ചുണ്ടായ സഭകളാണ് ഈ സഭകളെല്ലാം. അതിൽ ഈ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു സഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളിൽ വെച്ചാണ്. 2-ാം അധ്യായം 47 കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭ എടുത്തുകൊള്ളപ്പെടുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലാണ്. ഈ സഭ ആരംഭിച്ചതിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് വരെയുള്ള 7 കാലഘട്ടങ്ങളെയാണ് ഈ സഭയെ തെരഞ്ഞെടുത്ത് സഭയുടെ സ്വഭാവം അനുസരിച്ച് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അത് എഫെസോസ് സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 70 മുതൽ 170 വരെ ആദ്യ സ്നേഹം വിട്ടുപോയ കാലഘട്ടം. 170 മുതൽ 312 വരെ സ്മുർന കാലഘട്ടം. അന്ന് ധാരാളം രക്തസാക്ഷികളായിട്ട് അനേക വിശുദ്ധന്മാർ മരിക്കുകയുണ്ടായി. 312 മുതൽ 606 വരെ പെർഗമോസിന്റെ കാലഘട്ടം. 606 മുതൽ 1520 വരെ തുയത്തേര കാലഘട്ടം. അതെ, 606 മുതൽ 1520 വരെ തുയത്തേര കാലഘട്ടം.
1520 മുതൽ 1750 വരെ ഉള്ള കാലഘട്ടമാണ് സർദീസ് സഭയുടെ കാലഘട്ടമായിട്ട് വേർതിരിച്ച് വേദപണ്ഡിതന്മാർ തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഇത് ഒരുപാട് എബ്രായ പദവും ഗ്രീക്ക് പദവും ഒന്നും പഠിക്കുന്നുണ്ട് യാതൊരു അർത്ഥവും ഇല്ല. നമ്മുടെ ഈ മലയാളം ബൈബിൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഈ മലയാളം ബൈബിളാണ് എന്നെ ഉയർത്തിയത്. അതിൻ്റെ അകത്ത് പലരും നമ്മളെ തെറ്റിക്കാൻ തക്കൊണ്ട് നോക്കും. എബ്രായ ഭാഷയിൽ ഇങ്ങനെയാണ്, അവിടെ കറക്ഷൻ ഉണ്ട്, ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കില്ലേ. നമുക്ക് ലഭിച്ച മലയാളം ബൈബിള് തനി നമുക്ക് ഒരാളെ രക്ഷയ്ക്ക് പ്രാപ്തനാക്കുവാൻ മതിയായ ഒരു ബൈബിളാണ് നമുക്ക് ലഭിച്ച മലയാളം ബൈബിൾ. അതിൻ്റെ അകത്ത് ചില അക്ഷരത്തെറ്റുകൾ വന്നിട്ടുണ്ട്. ചിലതിൻ്റെ മീനിങ് നമുക്കിപ്പോൾ രക്താംബരം എന്നുള്ളതിൻ്റെ മീനിങ് അറിയാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ കളർ തുണികൾ വിൽക്കുന്ന ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് രക്താംബരം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രീക്കും എബ്രായ ഭാഷയും ഒന്നും എനിക്ക് 200-ലധികം ഗ്രീക്ക് ഭാഷ അറിയാം, എബ്രായ ഭാഷ അറിയാം. അതുകൊണ്ടൊക്കെ ഞാൻ നോക്കിയിട്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. നമ്മുടെ ലളിതമായ ഈ മലയാളം ബൈബിൾ നമ്മൾ കൈകാര്യം ചെയ്ത് നമ്മൾ പഠിക്കാമെങ്കിൽ ദൈവം നമ്മളെ രക്ഷയ്ക്ക് പ്രാപ്തനാക്കി ധാരാളം കാര്യങ്ങൾ പഠിപ്പാൻ തക്കൊണ്ടും ഇടയായി തീരുമെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരും ഗ്രീക്ക് മൊത്തമൊന്നും അറിയത്തില്ല, ഗ്രീക്കിൽ സംസാരിക്കാനേ അറിയത്തില്ല. ഗ്രീക്കിൽ എബ്രായ ഭാഷ പറയുന്ന വാക്കുകൾ പറയുന്ന പ്രിയപ്പെട്ടവർക്കും അതിൻ്റെ മറ്റ് കാര്യങ്ങൾ അറിയത്തില്ല. ഇങ്ങനെയും ഒരു അർത്ഥം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുഴയ്ക്കാൻ തക്കണം ഇടവരരുത്. നമുക്ക് ലളിതമായ ഭാഷയിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചപ്പോൾ ലളിതമായ ഭാഷയിലാണ്, അതുപോലെയാണ് അത് ഫോളോ ചെയ്താണ് ഞാൻ പഠിപ്പിക്കുന്നത്. ലളിതമായ നിലയിലാണ് നമ്മൾ ഇത് പഠിച്ചു പോകുന്നത്. സർദീസ് കാലഘട്ടം എന്ന് പറയുന്നത് 1520 മുതൽ 1750 വരെയുള്ള കാലഘട്ടമായിരുന്നു. ഈ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് അവിടെ അത് പേരിന് മാത്രം ആ സ്ഥലമുണ്ട്, കെട്ടിടത്തിന് ചില അവശേഷങ്ങളുണ്ട്. മുസ്ലിംകാരുടെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേര് മാറ്റി ഇപ്പം അവിടെ കൊടുത്തിരിക്കുന്ന പേര് സാർട്ട് എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ അത് സർദീസ് ആണെന്നുള്ളതിൻ്റെ തെളിവും അവിടെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. ഇവിടെ ഈ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇവിടെ ഈസബേലിൻ്റെ ഉപദേശമില്ലായിരുന്നു, ഇവിടെ നിക്കോലാവരുടെ ഉപദേശമില്ലായിരുന്നു, ഇവിടെ ബെലയാമിൻ്റെ ഉപദേശവും നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ ഈ സഭയെക്കുറിച്ചുള്ള കുറ്റവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. സമ്പൽ സമൃദ്ധമായ ഒരു പട്ടണമായിരുന്നു സർദീസ്. ഉയർന്ന കുന്നിന്റെ മുകളിലായിരുന്നു ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അർത്തമിസ് മഹാദേവിയുടെ ഒരു വലിയ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പട്ടണത്തിലുള്ളവർ അർത്തമിസ് ദേവിയെ ആരാധിക്കുന്ന കൂട്ടത്തിനുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പല പ്രാവശ്യം അവിടെ ഭൂകമ്പം ഉണ്ടായി ഈ പട്ടണത്തിന് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. പിന്നീട് അത് പണിത് ഉയർത്തുവാൻ തക്കൊണ്ട് ഇവിടെയായി തീർന്നിട്ടുണ്ട്. ഈ സഭയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത്, ദോഷം എന്ന് പറയുന്നത് കപടഭക്തിയായിരുന്നു. കപടഭക്തിയിൽ ഈ സഭ മുൻനിലയിൽ നിൽക്കുവാൻ തക്കണം ഇടയായി തീർന്നു. അതിൻ്റെ മുഖവര അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ഈ ചരിത്രം ഒന്നും പറഞ്ഞ് പുറകോട്ട് പോകുന്നില്ല, ഇത്രയും ഓർത്താൽ മതി. തുർക്കിയിലുള്ള ഒരു സ്ഥലമാണ്, സ്മുർനായുടെയും പെർഗമോസിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് സർദീസ്. അതൊരു കുന്നിന്റെ മുകളിലായിരുന്നു. അതിൻ്റെ അർത്ഥം നവീകൃത സഭ എന്നാണ്. നവീകൃത സഭ, അത് നവീകരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കാലത്താണ് അത് മാർട്ടിൻ ലൂതർ, ജോൺ കാൾവിന് ഇവരൊക്കെ എഴുന്നേറ്റ് അതേ ഒരു നവീകരണം, ഒരു ഉണർവ് അന്ധകാര യുഗത്തിൽ ഉണ്ടാകുവാൻ തക്കണം ഇടയായി തീർന്നത് സർദീസ് കാലഘട്ടത്തിലായിരുന്നു. 1520 മുതൽ 1750 വരെയുള്ള കാലഘട്ടത്തിലാണ് അന്ധകാരത്തിൽ കൂടി കടന്നുപോയ സഭയ്ക്ക് ഒരു ഉണർവുണ്ടാകാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. ഈ സഭയിൽ മറ്റ് ദുരുപദേശങ്ങളൊന്നും കാണുവാൻ തക്കൊണ്ട് കഴിയുന്നില്ല. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വെളിപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. മറ്റുള്ള സഭകളോടൊന്നും ഈ നിലയിൽ കർത്താവ് വെളിപ്പെട്ടിട്ടില്ല. സർദീസ് സഭയോട് മാത്രമാണ് ഈ നിലയിൽ അത് വെളിപ്പെട്ടതായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ദൈവത്തിന്റെ 7 ആത്മാവും. ഈ സർദീസ് സഭയുടെ ദൂതനെ 5 ഭാഗമായി നമുക്ക് തിരിക്കാൻ തക്കൊണ്ട് കഴിയും. 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മുഖവരിയാണ്. 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവരെക്കുറിച്ച് അവിടെ തന്നെ അവരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. 3-ന്റെ 2ഉം 3ഉം വാക്യങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രബോധനമാണ്. 5 കൂട്ടം പ്രബോധനം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കർത്താവ് ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 4-ാമത്തെ വാക്യത്തിൽ അവരെക്കുറിച്ചൊരു വലിയ പ്രശംസ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ദൈവം നമ്മളെ പ്രശംസിക്കുന്നവരാണ്.
5-ാമത്തെ വാക്യമാണ് അവർക്ക് പ്രതിഫലം ഉണ്ട് എന്ന് പറയുന്നത്. ഈ സഭയുടെ ദൂതിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മറ്റുള്ള സഭകൾക്കെല്ലാം ദൂത് കൊടുക്കുമ്പോൾ ആദ്യമേ അവരെക്കുറിച്ച് പ്രശംസിച്ചതിന് ശേഷം അവരെക്കുറിച്ച് ഒരു പ്രശംസ പറയും. അയ്യോ, വലിയ പ്രശംസ. അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ആൾക്കാരങ്ങ് പൊങ്ങിപ്പോവും, ഈ സഭ അങ്ങ് പൊങ്ങിപ്പോവും. പ്രശംസ കഴിഞ്ഞിട്ടാണ് അവരുടെ കുറ്റം പറയുന്നത്. എന്നാൽ ഈ സർദീസ് സഭയെ കുറിച്ചുള്ള പ്രശംസ പറയുന്നതിന് മുൻപ് ആദ്യമേ അവരുടെ കുറ്റം പറയുന്നത്. ഈ സഭയുടെ ദൂത് മറ്റുള്ള സഭകളും ഇതുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഇവരെക്കുറിച്ച് പ്രശംസ പറയാതെ മറ്റുള്ളവരെ കുറിച്ചൊക്കെ ആദ്യം പ്രശംസ പറഞ്ഞിട്ടാണ് അവരുടെ കുറ്റം പറയുന്നത്. എന്നാൽ ആദ്യമേ ഇവരുടെ കുറ്റം വലിച്ചു പറയുന്നത്. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞാണ് അവരുടെ കുറ്റം ആദ്യമേ വിളിച്ചറിയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സഭ കപടഭക്തി കൂടെ മുൻപോട്ട് പോകുന്ന ഒരു സഭയായിരുന്നു. അതിന്റെ മുഖവരി നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: അത് ദൈവത്തിന്റെ 7 ആത്മാവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പത്മോസ് ദ്വീപിൽ ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെയും ദൈവത്തിന്റെ 7 ആത്മാവ് ഉള്ളവൻ 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോഴും അതിന്റെ 4-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോഴും നമുക്കത് കാണുവാൻ തക്കോണം കഴിയും. 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും, അതുപോലെ 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലും നമുക്ക് ദൈവത്തിന്റെ 7 ആത്മാവിനെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ തക്കണം കഴിയും. ദൈവത്തിന്റെ 7 ആത്മാവ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ആൾക്കാരുടെ വിചാരം ആത്മാവ് 7 ഉണ്ടെന്ന. അല്ല, ആത്മാവ് ഒരുവൻ. നമ്മൾ എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ലേ, കൊരിന്ത്യ ലേഖനത്തിലും ആത്മാവ് ഒരുവൻ, കർത്താവ് ഒരുവൻ, എല്ലാവർക്കും ഒരു ദൈവം. ഇങ്ങനെ വായിക്കുന്നു. ആത്മാവ് ഒന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ എന്താണ് 7 ആത്മാവ്? അതിനെക്കുറിച്ച് ഒരു വാക്യം നമ്മുടെ അടുത്ത ആൾ വായിക്കും, 5 മോള് വായിക്കും. അത് യെശയ്യാ 11-2 മുതൽ 5 വരെ വായിച്ചാട്ടെ. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവും തന്നെ. അവന്റെ പ്രമോദം യഹോഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ മതി മൊത്തം വായിക്കണ്ട. അവിടെ വായിക്കുന്ന അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ഉദിക്കും. അവിടെ ആത്മാവിന്റെ നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചു വെക്കുമ്പോൾ 7 പിരിവുകൾ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. 1 ഞാനങ്ങ് പറഞ്ഞു വിടുകയാണ്. 1 യഹോവയുടെ ആത്മാവ്, 2 ജ്ഞാനത്തിന്റെ ആത്മാവ്, 3 വിവേകത്തിന്റെ ആത്മാവ്, 4 ആലോചനയുടെ ആത്മാവ്, 5 ബലത്തിന്റെ ആത്മാവ്, 6 പരിജ്ഞാനത്തിന്റെ ആത്മാവ്, 7 യഹോവ ഭക്തിയുടെ ആത്മാവ്. ഇതാണ് ആത്മാവിന്റെ ആ 7 പിരിവുകളെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ദൈവത്തിന്റെ 7 ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അതേ യഹോവയുടെ ആത്മാവാണ്, അത് ജ്ഞാനത്തിന്റെ ആത്മാവാണ്, വിവേകത്തിന്റെ ആത്മാവാണ്, ആലോചനയുടെ ആത്മാവാണ്, ബലത്തിന്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്, യഹോവ ഭക്തിയുടെ ആത്മാവാണ്. 7 ആത്മാക്കൾ എന്ന് പറയുന്നത് അവിടെ പൂർണ്ണതയാണ്. 7 എന്ന് പറയുന്ന സംഖ്യ വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് കാണുന്ന ഒരു സംഖ്യയാണ് 7. 7 ദൈവത്തിന്റെ സംഖ്യയാണ്. അത് പൂർണ്ണതയെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മാവിന്റെ 7 വിധത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്കിവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണ്ണ പ്രവർത്തനത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് ദൈവത്തിന്റെ 7 ആത്മാവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ആത്മാവും ദൈവവും പിതാവായ ദൈവവും നമ്മുടെ കർത്താവും കൂടെ വെളിപ്പെടുന്ന രംഗമാണ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. ഇവരുടെ പ്രവർത്തനങ്ങൾ 3 നിലയിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. പക്ഷെ ഇവർ 3 പേരും ഒന്നാണ്. കർത്താവായ യേശുക്രിസ്തു സ്നാനത്തിന്റെ കൽപ്പന കൊടുത്തപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമങ്ങളിൽ എന്നല്ല പറഞ്ഞത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നാണ് പറഞ്ഞത്. ഏകദൈവത്തിൽ ഒന്നിലധികം ആളത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു, എന്നാൽ അത് ഒന്നാണ്, ഏകദൈവമാണെന്ന് വിളിച്ചറിയിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ദൈവത്തിന്റെ 7 ആത്മാവുള്ളവൻ അത് ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നതിനെ കുറിച്ച് വായിക്കുന്ന അവൻ ആത്മാവിന്റെ ശക്തിയോടെ മരുഭൂമിയിലേക്ക് പോയി എന്നൊക്കെ വായിക്കുന്നില്ലേ? ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളെല്ലാം നമുക്കവിടെ കാണുവാൻ കഴിയും. സ്നാനപ്പെട്ടപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണമായ പ്രവർത്തനങ്ങളാണ്
നമുക്കിവിടെ കാണുവാൻ കൊണ്ട് കഴിയുന്നത്. അത് ഞാൻ അർത്ഥമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. 7 നക്ഷത്രം. 7 നക്ഷത്രം എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ അതിന്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. 7 നക്ഷത്രം 7 സഭയുടെ ശുശ്രൂഷകന്മാരെ കാണിക്കുന്നു. 7 നക്ഷത്രം എന്ന് പറയുന്നത് സഭയുടെ ശുശ്രൂഷകന്മാരെയാണ് കാണിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ദാസന്മാരെ ദൈവത്തിന്റെ കരങ്ങളിലാണ് വഹിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ഇവിടെ അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. വലങ്കൈ എന്ന് പ്രയോഗിച്ചിരിക്കുന്ന പദം അവരുടെ പ്രാധാന്യതയെ കാണിക്കുന്നു. ദൈവം സഭയിൽ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷന്മാർ, അവർക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദൈവമാണ് അവരെ ആക്കിയിരിക്കുന്നത്. സഭയിൽ ദൂതറിയിക്കുന്നവരാണ്. അവരെ ദൂതന്മാരാണെന്ന് വിളിച്ചിരിക്കുന്നത്. എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ സന്താനത്തിൽ കാത്തിരുന്ന് ദൈവത്തിൽ നിന്ന് ദൂത് പ്രാപിച്ചിട്ട് സഭയ്ക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അവരെ ദൂതന്മാർ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 ദൂതന്മാർ 7 സഭകളുടെ ശുശ്രൂഷകന്മാരാണ്. ഞാൻ അടുക്കനുസരിച്ച് പോവുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ദൈവത്തിന്റെ വചന ആവർത്തന പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോഴും നമുക്ക് അവിടെ കാണുവാൻ കൊണ്ട് കഴിയുന്നു. എന്താണെന്നറിയാമോ? അതെ, അവന്റെ തൃക്കൈയിൽ സകല വിശുദ്ധന്മാരും ഇരിക്കുന്നെന്ന്. വാക്യം തീർത്താൽ മതി. ആവർത്തനം 33-ന്റെ 3-ൽ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ സകല വിശുദ്ധന്മാരും ഇരിക്കുന്നു. സഭാശുദ്ധന്മാരല്ല. ഈ പ്ലാറ്റ്ഫോമിൽ എത്ര പേര് കൂടി വന്നിട്ടുണ്ടോ? 119 പേരെ ഇപ്പൊ ഞാൻ കാണുന്നു. എല്ലാവരും ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ ഇരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയാണ്, ഞാൻ ആടുകളുടെ നല്ല ഇടയനാകുന്നു. അവിടെ വായിക്കുമ്പോൾ എൻ്റെ പിതാവ് എൻ്റെ കയ്യിൽ നിന്ന് ആടുകളെ പിടിച്ചു പറിക്കാൻ തക്കണം ആർക്കും കഴിയത്തില്ല. അവന്റെ കയ്യിലിരിക്കുന്ന ആടുകൾ അവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, തൃക്കൈയിലാണ് ഇരിക്കുന്നത്. ആ ആടുകളെ പിടിച്ചു പറിക്കുവാൻ തക്കണം ആർക്കും കഴിയത്തില്ല. 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് ശുശ്രൂഷന്മാരെ തൻ്റെ കരങ്ങളിൽ വഹിച്ചിരിക്കുകയാണ്. ഈ വാക്യത്തിന്റെ ഒടുവിൽ നിനക്കിപ്പോൾ ജീവനുള്ളവനെങ്കിൽ പേര് മാത്രമേ ഉള്ളൂ. നോക്കണമേ, ദൈവത്തിന്റെ സമ്പൂർണ്ണ പ്രവൃത്തിയോടുകൂടെ സർദീസ് സഭയ്ക്ക് വെളിപ്പെടുന്ന നമ്മുടെ കർത്താവ് പറയുന്ന വാചകമുണ്ടല്ലോ, സമ്പൂർണ്ണ ശക്തിയോടാണ് പ്രത്യക്ഷപ്പെട്ടത്. ശുശ്രൂഷന്മാരെ കയ്യിലാണ് വായിച്ചിരിക്കുന്നത്. ആ കർത്താവ് 7 ആത്മാവിന്, അതേ ഇവിടെ വായിക്കുന്നു, 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മളെ അറിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മൾ എന്തെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് തൃക്കണ്ണുകൊണ്ട് കാണുന്ന കർത്താവ് കണ്ടിട്ട് പറയാണ്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരേ ഉള്ളൂ, എങ്കിലും നീ മരിച്ചവനാകും. പലതും പേരേ ഉള്ളൂ. ചിലർക്ക് പേര് സുന്ദരിക്കുട്ടി എന്ന് പേരുണ്ട്, പക്ഷെ ആൾ കറുത്തതാണ്. വെള്ളിക്കോൽ എന്ന് പേരുണ്ട്, അറിയാമോ? വെള്ളിക്കോല്. പക്ഷെ ഒരൊറ്റ അല്പം പോലും വെള്ളിയില്ല അതിൻ്റെ അകത്ത്. നെയ്യപ്പം എന്ന് പേരുണ്ട്, പക്ഷെ വെളിച്ചെണ്ണയ്ക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പേരെങ്ങനെയാ? വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ പോലെ ജീവനുള്ളവൻ എന്ന് നിനക്കിപ്പോൾ പേര് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞാൽ ഈ സർദീസ് സഭയില് എല്ലാം ഉണ്ട്. വാർഷിക ആനുവൽ കൺവെൻഷൻ ഉണ്ട്, മാസയോഗമുണ്ട്, സൺഡേ സ്കൂളുണ്ട്, യുവജന ക്യാമ്പുകളുണ്ട്. ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ മരിച്ചു കിടക്കുകയാണ്, പേരും കൊണ്ട് നടക്കുകയാണ്. പേരും മാത്രമേ ഉള്ളൂ. കർത്താവ് അകം നോക്കുന്ന ദൈവമാണ്, പുറമേ അല്ല. അകം നോക്കുന്ന ദൈവമാണ്. അനന്യാസും സഫീറയും അവര് വലിയൊരു തുകയുമായിട്ടാണ് കടന്നു വന്നത്. ദൈവം അകമേ നോക്കി. അകം നോക്കിയപ്പോൾ അവർ പറഞ്ഞ പോലെ ഒന്നുമല്ല ചെയ്യുന്നത്. അവർ വലിയ ഒരു കൊള്ളം നടത്തിയിട്ടാണ് കടന്നു വരുന്നത്. അന്ന് ദൈവത്തിന്റെ കൃപാവരം വ്യാപരിച്ചില്ലായിരുന്നെങ്കിൽ അനന്യാസും സഫീറയും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പേഴ്സായി പാസ്റ്റർമാർ അവരെ പിടിച്ച് മുന്നേ കൊണ്ടിരുത്തിയേനെ. കാരണം സഭയ്ക്ക് വലിയൊരു എമൗണ്ട് കൊണ്ട് കൊടുത്താണ്. എന്നാൽ ദൈവം അകം നോക്കിയപ്പോൾ ഇത്രയ്ക്കോ നിലം വിറ്റത് യൂദ, അത് എത്ര പുഞ്ചിരിയോടെയാണ് കർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്നത്. അത് ഗുരു എന്ന് വിളിച്ച് അവനെ ചുമ്മനം കൊണ്ട് കാണിക്കാൻ വന്നതാ. കർത്താവ് പറഞ്ഞത്, സ്നേഹിത, നീ ചുമ്മനം കൊണ്ടോ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നത്? അവന്റെ ഉള്ളത്തിൽ പിശാച് കടന്നതും അവൻ അവിടെ ഗൂഢാലോചന ചെയ്യുന്നതും എല്ലാം ദൈവം കണ്ടു. അതുകൊണ്ടാണ് 139-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? ദൈവത്തിന് സ്തോത്രം. ഇവിടെ പേര് നവീകരണം, സർദീസ് എന്ന് പേരുണ്ടെങ്കിലും, ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും തക്ക പ്രവൃത്തിയില്ലാത്ത അവസ്ഥ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോഴും
അതേ പലതും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ദൈവദൃഷ്ടിയിൽ മരിച്ചവനായിട്ടാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്. അതേ, ഇങ്ങനെ മരണം സംഭവിച്ച 7 മരണങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. അതിന്റെ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇത് വായിച്ചിട്ട് വേണം. അവർ രണ്ടാമത് അവരുടെ കുറ്റമാണ്. 1 മുഖവര, യാതെ ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്തു. അത് മുഖവര. അടുത്തായിട്ട് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും അവരുടെ കുറ്റം, നീ മരിച്ചവനാകുന്നു. മരിച്ച പേരുണ്ട്, പേര് മാത്രമേ ഉള്ളൂ. വലിയ സഭ, നല്ല ബോർഡുണ്ട്. കാനാവിലെ കല്യാണത്തിലേക്ക് ചെന്നാൽ അവിടെ എന്താണ് കുറവ്? മുൻവശം നോക്കുമ്പോൾ മനോഹരമായ പന്തലുണ്ട്. മുൻവശം നോക്കുമ്പോൾ നല്ല തോരണം ഇട്ടിരിക്കുന്നു. ആര് പോയാലും കല്യാണം നടത്തുകയാണെങ്കിൽ ഇതുപോലെ നടത്തണം. എന്നാൽ അകത്തോട്ട് കയറി കഴിയുമ്പോഴല്ലോ അവിടെ ഭയങ്കര പിറുത്ത. എന്താണെന്നറിയാമോ? വീഞ്ഞില്ല. ആ നിലയിൽ ഈ സഭ അതപ്പതിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവിനെ ക്ഷണിച്ചതുകൊണ്ട് ആ വീട്ടിൽ ഗ്രഹനാഥൻ തല്ലുകൊള്ളാതെ രക്ഷപ്പെടുവാൻ തക്കോണം ഇടയായി തീർന്നു. ഇന്ന് രാത്രികാലം നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലില്ലെങ്കിൽ, കർത്താവിന്റെ സാന്നിധ്യം നമ്മളില്ലെങ്കിൽ, നമ്മൾ ആരാധിക്കുന്നതും നമ്മൾ തമ്പേർ കൊട്ടുന്നതും എല്ലാം വെറുതെയാണ്. ജീവനുള്ള പേര് മാത്രമേ ഉള്ളൂ. പെന്തക്കോസ്ത് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ആ പേരിലല്ല പെന്തക്കോസ്ത് അനുഭവം നമുക്കുണ്ടായിരിക്കണം. പെന്തക്കോസ്ത് ജീവിതം നമുക്കുണ്ടായിരിക്കണം. പെന്തക്കോസ്തിന്റെ പ്രവൃത്തി നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. 7 വിധത്തിലുള്ള മരണം ഞാൻ തിരുവചനത്തിൽ എടുത്ത് കാണിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. 1 ആത്മീയ മരണമാണ്. വായിക്കാം. ഞാൻ അടുത്ത ആൾ വായിച്ചാട്ട്. ആരാണ് അത്? നമ്മുടെ അമിതാമോട്. എഫെസ്യർ 2:1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. 1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ. അതെ, ഒന്നാമത്തെ മരണം അതാ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരണം സംഭവിച്ച നമ്മളെ അവൻ ഉയർപ്പിച്ചു. 1 യോഹന്നാൻ 5:12 വായിക്കുന്നു, പുത്രനുള്ളവന് നിത്യജീവനുണ്ട്, പുത്രനില്ലാത്തവൻ ജീവനെ കാണുകയില്ല. ഒന്നാമത്തെ മരണം അതിക്രമത്താലും പാപങ്ങളാലും നമ്മൾ മരിച്ചവരായിരുന്നു. ആ മരണത്തിൽ നമ്മുടെ കർത്താവ് നമ്മളെ ഉയർപ്പിച്ചു. രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ ശാരീരിക മരണമാണ്. എബ്രായലേഖനം 9:27 വായിച്ചാട്ട്. അടുത്തയാള് എലിസബത്തില്ലേ? പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. നോക്കണമേ, രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് ശാരീരിക മരണം. ഈ ശരീരത്തിനൊരു മരണമുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. രണ്ടാമത്തെ മരണം ശാരീരിക മരണം. 1 ആത്മീയ മരണം, 2 ശാരീരിക മരണം. ഇനി മൂന്നാമത്തെ മരണം റോമാലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ സെൻ വായിച്ചാട്ടെ. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിനെ പാപം ചെയ്തുകൊണ്ടിരിക്കായെന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായിട്ടുള്ള മരണം മൂന്നാമത്തെ മരണമാണ്. പാപസംബന്ധമായിട്ടുള്ള മരണം. ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപസംബന്ധമായി അവൻ മരിച്ചിരിക്കുകയാണ്. പഴയ മനുഷ്യൻ അവന് ചത്തു. പഴയ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായിരുന്നു. എന്നാൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, പാപങ്ങൾ ഏറ്റുപറഞ്ഞു. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ സകല പാപവും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനുമാകും. അവൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ തൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും ഈ ചത്ത ഒരു മനുഷ്യനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ തക്കൊണ്ട് ഒക്കത്തില്ല. അതങ്ങനെ നടന്നാൽ നമ്മുടെ എത്ര സുഹൃത്താണെങ്കിലും, നമ്മുടെ മാതാവ് വളരെ നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിലും, പിതാവാണെങ്കിലും, നമ്മുടെ ഭാര്യയാണെങ്കിലും മരണം കഴിയുമ്പോൾ, അത് ഒരല്പസമയം കഴിയുമ്പോൾ ആ വീട്ടിൽ അതിരുന്നാൽ നാറ്റമുണ്ടാകും. അത് എത്രയും വേഗം കുഴിച്ചിടാൻ തക്കൊണ്ണം ഞാൻ കുഴിച്ചിടിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാലും അത് നാട്ടുകാർ ബലമായിട്ട് എടുത്തുകൊണ്ട് പോകും. കാരണം അത് കുടിച്ചിട്ടേ ഒക്കത്തുള്ളൂ. അത് അങ്ങനെ ഇരുന്നാൽ അത് നാറും എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തി, പഴയ മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ ചത്തു കിടക്കുകയാണ്. അതാണ് പഴയ മനുഷ്യൻ. അവനെ കൊണ്ട് കുഴിച്ചിടുന്നതാണ് സ്നാന ശുശ്രൂഷ. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവനെ ധ്യാനിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു.
അതിനോട് ബന്ധപ്പെട്ട് നടത്തുന്ന ശുശ്രൂഷയാണ് സ്നാനം എന്ന് പറയുന്നത്. പാപസംബന്ധമായിട്ടുള്ള മരണം, പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അത് ജീവിക്കുന്നത് എങ്ങനെ? നാലാമത്തെ വിഷയം റോമാലേഖനം 8:6. ജഡത്തിന്റെ ചിന്ത മരണം. ജഡത്തിന്റെ ചിന്ത മരണം. ഒരു വ്യക്തി എപ്പോഴും ജഡസ്വഭാവം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മരണം. ഞാൻ ഗൾഫിൽ അതേ വിസിറ്റിംഗ് നടന്നു ചെന്നപ്പോൾ ഒരു ഭവനത്തിൽ താമസിക്കുന്ന വേളയിൽ ഒരു സഹോദരൻ വന്ന് അവിടെ ഇരുന്ന പേരൊന്നും പറയത്തില്ല, ഭയങ്കരം കരച്ചിലാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പ്രസംഗിച്ച എൻ്റെ ദൂത് കേട്ടപ്പോൾ അവൻ കിടന്ന് കരയാൻ തുടങ്ങി. ഞാൻ വിളിച്ച് രഹസ്യമായിട്ട് ചോദിച്ച വേളയിൽ അദ്ദേഹം അഴുക്ക അശ്ലീല വീഡിയോ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് അത് കണ്ടുകൊണ്ടിരിക്കുന്നു. യോഗത്തിന് വന്നിരുന്നാലും അതാണ് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അന്ന് അദ്ദേഹം പാപം ഏറ്റു പറഞ്ഞു. ജഡത്തിന്റെ ചിന്ത മരണം. ഇതുപോലെ നമ്മുടെ ജീവിൽ മുറുകെ പറ്റുന്ന പാപമുണ്ട്. എബ്രായർ നമ്മൾ വായിക്കുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ശ്രദ്ധയോടുക. നമ്മളെല്ലാവരും മുറുകെ പറ്റുന്ന പാപമുണ്ടല്ലോ, അതിനെല്ലാം നമ്മൾ വെടിയണം. ഒരിക്കലും ജഡത്തിന്റെ ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ ഒരാളെ നോക്കാൻ തക്കൊന്നും പാടില്ല. ജഡത്തിന്റെ ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ജഡത്തിന്റെ ചിന്ത വെച്ചുകൊണ്ട് നമ്മുടെ പെരുമാറ്റം അതേ മോശമാകാൻ തക്കൊന്നും പാടില്ല. പൗലോസ് പറയുന്നു, ജഡത്തിന്റെ ചിന്ത മരണമാണ്. അവൻ മരിച്ചിരിക്കുക. ജഡത്തിന്റെ ചിന്ത മരണമാണ്. അതേ 5-ാമത്തെ വിഷയം 2 കൊരിന്ത്യർ 4-ാം അധ്യായം 11-12 വാക്യം വായിക്കാം. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്താൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. കഷ്ടത സഹിപ്പാനുള്ള സന്നദ്ധത ഒരു മരണത്തെയായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഞങ്ങൾ മരിപ്പാൻ തക്കോണം തയ്യാറാണ്. ഒരാൾ കഷ്ടം അനുഭവിക്കുന്ന പറഞ്ഞാൽ മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്നില്ല, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അത് അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം തരൂ. കഴുത്ത് വെട്ടി മുറിച്ച് മരിച്ച രക്തസാക്ഷികളുണ്ട്. പക്ഷെങ്കിൽ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ രക്തസാക്ഷികളായിട്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കഷ്ടത പൗലോസിന്റെ ഒക്കെ ജീവിതത്തിൽ ജീവനോട് ഇരുന്നപ്പോഴും ഒരു രക്തസാക്ഷി പോലാണ് താൻ ജീവിച്ചത്. നമ്മുടെ ഇടയിലെ നമ്മുടെ സഹോദരന്മാര് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വന്നതിന് ശേഷം എന്തുമാത്രം കഷ്ടങ്ങളും ക്ലേശങ്ങളും ഭർത്താവിന്റെ ഇടിയും അതേ ചതവും എല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ രക്തസാക്ഷികളായിട്ട് ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറയുന്ന കഷ്ടതയുണ്ടല്ലോ, അതേ ആ കഷ്ടതയെക്കുറിച്ച് തന്നെ താൻ പറയുന്നത്, കഷ്ടം സഹിപ്പാനുള്ള ആ സന്നദ്ധ അത് ഒരു മരണത്തോടുള്ള ബന്ധപ്പെടുത്തിയാണ് താൻ ഇവിടെ കാണിക്കുന്നത്. കഷ്ടം സഹിപ്പാനുള്ള സന്നദ്ധത ഒരു മരണമാണ്. പിന്നെ നിത്യമരണം, അത് റോമാലേഖനം 6:23 വായിക്കാം. റോമർ 6:23. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ആ പേര് പറഞ്ഞനുസരിച്ച് ഓർഡർ അനുസരിച്ച് തന്നെ വായിക്കണം. അല്ലെ ലാൽ സാർ ചൂടാകും കേട്ടോ. ലാൽ സാറിനെ പ്രീതിപ്പെടുത്തി നിർത്തിക്കണം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടത്തില്ല. അവിടെ വായിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരണം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിന് സ്തോത്രം. ആ മരണം എന്താണ് കാണിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതേ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അതേ അന്ത്യ ന്യായവിധി വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ വെച്ച് നടക്കുന്നു. 3 നിലയിലുള്ള സിംഹാസനം ഇനിയും വെക്കാൻ തക്കണമുണ്ട്. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം പഠിക്കാൻ പോവുകയാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടണം. സ്വർഗത്തിൽ വെക്കാൻ പോകുന്ന ഒരു സിംഹാസനമുണ്ട്, ന്യായാസനം. അതെന്തിനാ വെക്കുന്ന അറിയാമോ? നമ്മളെല്ലാവരും സ്വർഗത്തിൽ 4-ാം അധ്യായം പഠിക്കുമ്പോൾ സ്വർഗത്തിൽ കയറുമ്പോൾ നമ്മളെല്ലാവരും അവിടെ കൊണ്ട് നിർത്തി പ്രതിഫലം തരും കേട്ടോ. അതാണ് അതിനുവേണ്ടി വെക്കുന്ന. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അന്ന് ജീവന്റെ കിരീടമൊക്കെ തരും. അതാണ് 1-ാം സിംഹാസനം. 2-ാം സിംഹാസനമാണ് മത്തായി സുവിശേഷം 25-31 വായിക്കുന്നു, തേജസ്സിന്റെ സിംഹാസനം. അത് മഹോദരകാലത്തിന്റെ അവസാനം അതേ വെക്കുന്ന ഒരു സിംഹാസനമാണ് തേജസ്സിന്റെ സിംഹാസനം. സകല ജാതികളെയും അവന്റെ മുമ്പിൽ വിളിച്ചു കൂട്ടിയിട്ട് ഇടത്തുള്ളവരോടും വലത്തുള്ളവരോടും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് വലത്തോട് പറയും, മറ്റോട് പറയും ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുകയും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. 3-ാമത്തെ സിംഹാസനമാണ് വെള്ള സിംഹാസനം. അതാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കർത്താവ് വെക്കുന്ന വെള്ള സിംഹാസനം. അതെവിടാണ് വെക്കുന്നത് അറിയാമോ? അത് ഈ ഭൂമിയിലുമല്ല, ഈ അന്തരീക്ഷത്തിലാണ് വെക്കുന്നത്, സ്വർഗത്തിലുമല്ല. വെള്ള സിംഹാസനം അവന്റെ മുന്നിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയെന്ന
മരിച്ചവർ ആബാലവൃദ്ധം അവിടെ ഉയർത്തെഴുന്നേറ്റ് വരും. ദുഷ്ടന്മാർക്കുള്ള മരണമാണ്, ദുഷ്ടന്മാരുടെ ന്യായവിധിയാണ്. അതേ കയ്യിൻ മുതലുള്ള സകല ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേറ്റായിട്ട് വരും. അവരെ വിസ്തരിച്ച് ജീവന്റെ പുസ്തകങ്ങൾ തുറന്ന് 3 പുസ്തകങ്ങളുണ്ട്. 1 പേരുള്ള പുസ്തകം, ജീവന്റെ പുസ്തകം. 2 ഓർമ്മയുടെ പുസ്തകം. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നു, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശബ്ദം വെച്ച് കേട്ടു. അപ്പോൾ ഓർമ്മയുടെ പുസ്തകം. 3-ാമത്തെ പുസ്തകം വേദപുസ്തകം. നമ്മൾ റോമാലേഖനം 2:16 ദൈവത്തിന്റെ തിരുവചനം വെച്ച് ന്യായം വിധിക്കും. ഈ 3 പുസ്തകവും തിരുവചനവും അവിടെ ഉണ്ട്. ആ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, അതേ ജീവന്റെ പുസ്തകം, തിരുവചനം, ഇത് വെച്ച് ന്യായം വിധിച്ച് നിങ്ങളുടെ പേര് ഇവിടെ ഇല്ലെന്നും നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും അതേ നിങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചെന്നും അവർക്ക് പൂർണ്ണ ബോധ്യം വരുത്തിയിട്ട് അവരെ തീപ്പൊയ്യിലേക്ക് തള്ളിയിടുന്ന ഒരു ഭാഗമാണ്. അതാണ് 2-ാം മരണം, അതാണ് നിത്യമരണം. അവരവിടെ രാവകിളർന്ന് മരിച്ചുകൊണ്ടിരിക്കും. 7-ാമത്തെ മരണമാണ് പിന്മാറ്റമാകുന്ന മരണം. അതാണ് ഇവിടെ വായിച്ചത്, വെളിപ്പാട് 3:1 വായിച്ചത്. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. ഇങ്ങനെ 7 മരണമാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ്. ആത്മീയ മരണം, ശാരീരിക മരണം, പാപസംബന്ധമായ മരണം, ജഡത്തിന്റെ ചിന്തയാകുന്ന മരണം, കഷ്ടത സഹിപ്പാനുള്ള സന്നദ്ധയാകുന്ന മരണം, നിത്യമരണം, പിന്മാറ്റം എന്ന മരണം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപസംബന്ധമായി ജീവിക്കുന്നതായി നാം അത് ജീവിക്കാൻ ഒക്കാഞ്ഞിട്ട് നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് സ്നാനപ്പെട്ട് അവന്റെ മരണത്തോട് അനുരൂപമായി നമ്മൾ മരിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുഴിച്ചിട്ടതുപോലെ നമ്മളെയും വെള്ളത്തിൽ കുഴിച്ചിട്ടു. നമ്മുടെ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ് വരുന്ന പോലെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. അവന്റെ മരണം, അടക്കം, അയർത്തെഴുന്നേൽപ്പ് എന്നിവയോട് സദൃശ്യമായി നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുക. ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് സഭ. 1 തിമോഥെയോസ് 3:15 നമ്മൾ വായിക്കുന്നു. അതിന്റെ അടിസ്ഥാനവും മൂലക്കല്ലും ജീവനുള്ള കല്ലായി ക്രിസ്തുവാണ്. അതിന്റെ മൂലക്കൽ ക്രിസ്തുവാണ്. 1 പത്രോസ് 2:4-5 ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ അതെ നമ്മൾ ജീവനുള്ള കല്ലുകളായിരിക്കുന്ന നമ്മൾ അവന്റെ അടുക്കൽ വന്ന്, ദൈവത്തിന് സ്തോത്രം, അവന്റെ അടുക്കൽ വന്ന്, സഭ ജീവനുള്ള ആലയമാണ്. ചത്ത അനുഭവത്തിൽ കൂടെ പോകാൻ തക്കണം പാടില്ല. ആത്മാവിനാൽ ജനിച്ച് ജീവൻ പ്രാപിച്ച് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് പാപത്തിൽ മരിച്ച് അടക്കപ്പെട്ടു, പിതാവിന്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ തക്കണം ദൈവം നമുക്കിടയാക്കി. റോമാലേഖനം 12:1-2 വാക്യം വായിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നതെന്നനുസരിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന സഭയായിരിക്കണം നമ്മളെല്ലാവരും. ഇനി 20 മിനിറ്റ് കൂടെ എൻ്റെ മുമ്പിലുണ്ട്. ആ കൃത്യസമയം കൊണ്ട് നിർത്തും. അടുത്തതായിട്ട് അവരെ കുറിച്ച് പറഞ്ഞ വാചകം 2-3 വാക്യങ്ങളാണ്. 5 കൂട്ടം പ്രബോധനങ്ങൾ. ഇങ്ങനെ ഇവർ ചത്തുപോയെങ്കിലും ഇവര് മരിച്ചു കിടക്കുകയാണെങ്കിലും പുറമേ പ്രകടനങ്ങളെല്ലാം ഉണ്ട്, പുറമേ യോഗങ്ങളെല്ലാം നടക്കുന്നുണ്ട്, തമ്പറടി എല്ലാം ഉണ്ട്. പക്ഷെ പ്രവൃത്തിയില്ല. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ മരിച്ചവനാകുന്നു. എന്നിട്ട് ഇവരോട് പറയുകയാണ്, അവർക്കൊരു പ്രബോധനം കൊടുക്കുകയാണ്, ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. 3-ാമത്തെ വാക്യം, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും അത് മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് അറിയത്തില്ല. ആ ഭാഗം കൂടെ ചിന്തിച്ച് നമുക്ക് ഇന്ന് രാത്രികാലം അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ചയിൽ അതേ ഈ ക്ലാസിന്റെ ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? അവരോട് പറയാണ് 5 കൂട്ടം പ്രബോധനം. 1, നീ ഉണരണം. ആത്മീയമായിരിക്കുന്ന ഈ സഭ ചത്തുപോയി. എന്നാൽ അവർക്കൊരു പ്രബോധനം കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലെ ചത്തു കിടന്നാൽ അവൻ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. ചതഞ്ഞ ഓട അവൻ ഒടിക്കാത്തവനാണ്. എൻ്റെ കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഏതോ ദിവസം പറഞ്ഞു, ദാവീദ് വലിയ ഒരു കൊലപാതകനായിരുന്നു. അതേ വലിയ വഞ്ചനയാണ് അവൻ കാണിച്ചത്. 32-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, അതേ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അതേ കപടം കണക്കിടാതെയും അതുപോലെ തന്നെ ആ കപടത്തെക്കുറിച്ചൊക്കെ അകൃത്യം കണക്കിടാതെയും കപടം 4 വിഷയങ്ങളാണ് അവൻ പരാജയപ്പെട്ടത്. 1 ലംഘനം. ലംഘനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിർത്തി കടക്കുക എന്നുള്ളതാണ്. അതിർത്തി, ലംഘനം, അതിർത്തി കടക്കുക. അവൻ അതിർത്തി കടന്നു. ദൈവം അവന്റെ അതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതവൻ കടന്നു.
പാപം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുക എന്നാണ്. ലക്ഷ്യം തെറ്റുക. അവൻ ലക്ഷ്യം തെറ്റി. അപ്പം ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പിന്നെ അടുത്ത അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ. അകൃത്യം എന്ന് പറഞ്ഞാൽ അതേ അവനെ ആക്കിയിരുന്ന സ്ഥാനത്ത് അവൻ നിലനിന്നില്ല, അവൻ കീപ്പ് ചെയ്തില്ല, അവൻ അതേ അകൃത്യം ചെയ്തു. പിന്നെ കപടം കാണിച്ചു. എന്തോ കപടം? അവൻ കാണിച്ച കപടത്തിന് കയ്യും കണക്കുണ്ടോ? ഈ പാവപ്പെട്ടവന്റെ അതേ ഊരിയാവിന്റെ തലയിൽ അവൻ മുഖാന്തരം ഉണ്ടായ കുഞ്ഞിനെ തലയിലാക്കാൻ വേണ്ടി അവൻ എന്തെല്ലാം ശ്രമങ്ങളാണ് അവർ നടത്തിയത്. അതും പറ്റാതെ വന്നപ്പോഴാണ് അവനെ മുൻനിരയിൽ വെച്ച് അവനെ കൊന്നുകളവാൻ തക്കണം ഓർഡർ ചെയ്തത്. ഈ കാപഠ്യം എല്ലാം കാണിച്ചൊരു വ്യക്തിയാണ്. അതെല്ലാം ദൈവം തമ്പുരാൻ ക്ഷമിച്ച് അവനെ രൂപാന്തരപ്പെടുത്തി. നോക്കണമേ, എത്രമാത്രം അധപ്പതിച്ചു പോയ ദാവീദ്. ആ ദാവീദ് ഗുണപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അവൻ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ വ്യക്തിയെയും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഞാൻ ഒരു വ്യക്തി പരാജയപ്പെട്ടു പോയെങ്കിലും അവനെ എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു കൊണ്ടുവരും. അതേ ലോകം മുഴുവൻ അവനെ തള്ളിക്കളഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു ഗുണമാണ്. വളരെ വലിയ ദോഷങ്ങൾ ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ലോകത്തിന് മുമ്പിൽ നിൽക്കാൻ തക്കുന്ന യോഗ്യതയില്ലാത്ത അനേക പ്രിയപ്പെട്ടവരെ അത് ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം ഞാൻ സ്നേഹത്തിൽ കൂടി കൊണ്ടുവന്ന് അവരെല്ലാം ഇപ്പോൾ സഭാശുഷന്മാരും കർത്താവിന്റെ രാജ്യത്തിന്റെ പ്രവർത്തനത്തിന് യോഗ്യന്മാരുമാക്കി. ദൈവം ആരെയും തള്ളിക്കളയുന്നതല്ല, ദൈവം ആരെയും ഉപേക്ഷിക്കുന്നതല്ല. ഇപ്പോൾ ഈ സഭയൊന്ന് തിരിച്ചുകൊണ്ടിരാൻ കർത്താവ് പണിപ്പെടുന്ന പാട് എത്ര വലുതാണ്. ആത്മീയമായി സഭ അധപ്പതിച്ചു പോയി. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുന്നില്ല, പോയിന്ന തിരിയെ അവൻ കെടുത്തിക്കളയില്ല. ഒന്നുകൂടെ പണിതെടുത്ത് പ്രയോജനമുള്ളതാക്കി തീർക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തെ രാത്രികാലം ആരെങ്കിലും പിന്മാറ്റാവസ്ഥയിൽ ദുരിതമനുഭവിച്ച് നെടുവീർപ്പിട്ട് ഭാരപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നിന്റെ വിഷയം നീ ആരോടും പറയരുത് കേട്ടോ. ഞാൻ ഇന്നപോലെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് മറ്റേ പുള്ളി ഉണ്ടല്ലോ, പിണങ്ങി കഴിയുമ്പോൾ അതെല്ലാം വിളിച്ചു പറയും. നിന്റെ പാപം നീ ദൈവത്തോടിട്ട് വരണം. നിന്റെ കുറവ് ഞാൻ ശോശാമ്മയുടെ എല്ലാ കാര്യം തുറന്നു പറഞ്ഞു. ശോശാമ്മ 10 പേരോട് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കണം. കാരണം ഇവർ നാളെ പിണങ്ങി കഴിയുമ്പോൾ അവളെ എനിക്കറിയാം, ഇവരെല്ലാം വിളിച്ചു പറഞ്ഞ് നമ്മളെ അപമാനിക്കുന്നവരാണ്. നമ്മുടെ കാര്യം നമ്മുടെ കർത്താവിനോട് തുറന്നു പറയുക, കർത്താവിനോട് സംസാരിക്കുക. പാസ്റ്റർമാരോട് പോലും സംസാരിക്കാൻ ഒക്കത്തില്ല. അവളെ സൂക്ഷിക്കണമെന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കുറവുകൾ കർത്താവ് ഇപ്പൊ നോക്കുമ്പോൾ ചത്തു കിടക്കുകയാണ്. എന്നാൽ ഇവളെ ഒന്ന് നേരെ കൊണ്ടുവരാൻ, ഇവനെ നേരെ കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ആഗ്രഹം എത്ര വലുതാണ്. അതിന് കൊടുക്കുന്ന ആദ്യത്തെ ഗുണദോഷമാണ് ഉണർന്നുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഉണർന്നുകൊള്ളുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതേ പത്രോസിനോട് പറഞ്ഞു, നീ കോഴി കൂകും മുമ്പേ 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും എന്നല്ലേ പറഞ്ഞത്. 3 പ്രാവശ്യം അവൻ തള്ളിപ്പറഞ്ഞു. കോഴി കൂകി കഴിഞ്ഞപ്പോൾ കർത്താവ് അവനെ തിരിഞ്ഞു നോക്കി. പത്രോസിനെ കുറിച്ച് വായിക്കുന്നത്, അവൻ പുറത്തുപോയി കർത്താവ് തന്നോട് പറഞ്ഞ കാര്യം ഓർത്തു അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു എന്നാണ് വായിക്കുന്നത്. അതിദുഃഖത്തോടെ കരഞ്ഞു. ആ കരച്ചിലാണ് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഉണർന്നിരിക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പീൻ. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്ന് വായിക്കുന്നു. അതേ 5 കൂട്ടം കാര്യങ്ങൾ, 6 കൂട്ടം കാര്യങ്ങൾ, മൊത്തം 7 കൂട്ടം കാര്യമുണ്ട് ഉണർന്നിരിക്കേണ്ട കാര്യം. ഒന്നിവിടെ വായിക്കുന്നു, നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കണം. കർത്താവിന്റെ വരവ് എപ്പോഴാണ് നമുക്കറിയത്തില്ല. നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കണം. നമ്മുടെ ഹൃദയം എപ്പോഴും കർത്താവിന്റെ നാദം കേൾക്കുവാൻ തയ്യാറായിട്ട് ഉണർന്നിരിക്കണം. രണ്ടാമത് മത്തായി 26-41 വായിച്ച്. മത്തായി 26-41 വായിരേ. പോയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആ ഗത്സമനത്തോട്ടത്തിൽ കർത്താവ് അതേ അവിടെ ശിഷ്യന്മാരുമായിട്ട് കടന്നുപോയി. കർത്താവ് ഒരു കല്ലേറ് മുന്നോട്ട് പോയി എന്ന് പ്രാർത്ഥിച്ചു. അവിടെ 3 ഭാഗങ്ങൾ കാണാം. അതേ യൂദ അതിൻ്റെ അകത്തില്ല. 8 പേരെ അവിടെ നിർത്തി. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് അല്പം മുൻപോട്ട് പോയി. അവരെ അവിടെ നിർത്തി. അതിനുശേഷം ഒരു കല്ലേറ് ദൂരത്തിൽ നിന്നാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്.
ഒരു കല്ലേർ ദൂരത്തിൽ യേശു പോയി കമണ് വീണ് പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്ന ഇന്നെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അത് കർത്താവ് അവിടുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, ഞാൻ ക്രൂസിലെ പ്രാർത്ഥന പറഞ്ഞത്. അപ്പൊ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോ ഇവരെല്ലാം കിടന്ന് ഉറങ്ങുക. കർത്താവ് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരിക്കണം. കർത്താവ് അവിടെ പ്രാർത്ഥിച്ചത് ക്രൂശ് മരണം മാറ്റാനാണ് പ്രാർത്ഥിച്ചെന്ന് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല പ്രിയപ്പെട്ടവരെ, കാരണം കർത്താവിന്റെ ശരീരം രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രക്തം മുഴുവൻ പോയി കഴിഞ്ഞാൽ മരണമാണ് സംഭവിക്കുന്നത്. സാത്താനും കൂട്ടരും ഗേസമന തോർത്ത് വെച്ചതിന് കർത്താവിനെ ഒടുക്കിക്കളവാൻ ശ്രമിച്ചു. അത് യേശുവിനെ ദേവാലയ ഗോപുരം തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. പടകിൽ യാത്ര ചെയ്യുന്ന ഉറങ്ങുന്ന സമയത്ത് പടക് നശിപ്പിച്ച് കൊല്ലാൻ തക്കണം സാത്താനും കൂട്ടരും ആഗ്രഹിച്ചു. കാരണം ക്രൂശ് മരണം നടന്നു കഴിഞ്ഞാൽ, അതേ നിങ്ങൾ പ്രത്യേകം അതിന്റെ വ്യാഖ്യാനം പറഞ്ഞ് ഞാൻ നിർത്താം. അതേ ക്രൂശ് മരണം നടന്നു കഴിഞ്ഞാൽ ഇവിടെ തലകരുന്ന് അറിയാം. ക്രൂശ് മരണം നടക്കാതിരിക്കാനാണ് സാത്താനും കൂട്ടരും പ്രവർത്തിച്ചത്. ഗേസമനത്തോടത്ത് രക്തം തൊള്ളിയായി പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത്, വേർപ്പുള്ളിലാണ് പൊയ്ക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ സാത്താനും കൂട്ടരും അവിടെ വെച്ച് തകർക്കാൻ നോക്കിയപ്പോഴാണ് പറഞ്ഞത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ. ഞാൻ വന്നതിന്റെ ഉദ്ദേശം ക്രൂശ് മരണം ഏക്കാനാണ് വന്നത്. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തകർന്നു പോയാൽ ക്രൂശ് മരണം നടക്കത്തില്ല. ആദാമിന്റെ വർഗത്തെ രക്ഷിക്കാൻ ഒക്കത്തില്ല. ആദാമ്യ ഗോളം വീണ്ടെടുക്കാൻ ഒക്കത്തില്ല. എന്നാൽ നമ്മൾ എബ്രായലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉറക്കെ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ നിലവിളി കർത്താവ് കേട്ട് ഉത്തരമറിയ എന്നാണ്. എബ്രായർ 5:9. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണം നടന്നപ്പോൾ കൊലോസ്യലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ധരിപ്പിച്ച് ക്രൂശിന് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അല്ലാതെ ക്രൂശ് മരണം മാറ്റാൻ വേണ്ടി അല്ല കർത്താവ് പ്രാർത്ഥിച്ചത്. ഇതിനു വേണ്ടിയല്ലേ വന്നത്, പിതാവിന്റെ ഇഷ്ടം ചെയ്യാനല്ലേ വന്നത്. ആ പ്രാർത്ഥനയെ കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കരുത്. കർത്താവ് തിരിച്ചു വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് മറുപടി ആയിട്ട് തിരിച്ചു വന്നപ്പോൾ അവരെല്ലാം ഉറങ്ങുകയാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഇനി മൂന്നാമത് അപ്പോസ്തലർ പ്രവൃത്തി 20-30-31 വായിച്ചാണ്. 20 ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും, അതുകൊണ്ട് ഉണർന്നിരിപ്പി. അതുകൊണ്ട് ഉണർന്നിരിക്കണം. നമ്മുടെ ഈ സർദി സഭയില് ദുരുപദേശം എന്തോ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 30-31 വാക്യം. അഗാപ്പയുടെ സൈറ്റിൽ ഞാൻ ഈ വാക്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം കുറിച്ചെടുക്കണം ആ സൈറ്റിൽ കയറിയിട്ട്. അതേ കാരണം ഞാൻ നടത്തുന്ന എക്സാമിനേഷൻ വളരെ ഗൗരവമായ ഒരു എക്സാമിനേഷനാണ്. അതിലാരും തോക്കരുതെന്നാണ്. എല്ലാവരും കാഷ് അവാർഡ് വാങ്ങിക്കാൻ തയ്യാറായിരിക്കണം. വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ എഴുന്നേൽക്കും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം കേട്ടോ. അപ്പോസ്തലനായ പൗലോസ് 20-ാം അധ്യായത്തിൽ അതേ തന്റെ മിഷണറി യാത്രയിൽ അതേ മിലത്തോസ് എന്ന ദ്വീപിൽ വന്നപ്പോൾ എഫെസോസിലെ മൂപ്പന്മാരെ വിരുത്തി സംസാരിച്ച പ്രബോധനമാണ്. ഞാൻ പോയ ശേഷം വിപരീതോപദേശം പ്രസ്താവിക്കുന്ന അതേ വലിയ ഉപദേശക്കന്മാരുണ്ടല്ലോ, സഭായത്തിന് കഴിഞ്ഞിട്ട് ഓരോ ഉപദേശങ്ങൾ പറഞ്ഞു വിടും. അതേ സമൃദ്ധിയുടെ സുവിശേഷം ഇതൊക്കെ പറയും. അങ്ങനെ നിങ്ങളെ തെറ്റിച്ചു കളയും. കഷ്ടത മാറിപ്പോകും. സൈക്കിളിൽ വന്നവൻ കാറുമായിട്ട് തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് ദൂത് പറഞ്ഞ് ആൾക്കാരെ ഇളക്കുന്നില്ലേ, പണം സമ്പാദിക്കുന്നില്ലേ. ഇവരൊക്കെ പിടിച്ച് അതേ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ പോയ ശേഷം വിപരീതോപദേശം പ്രസ്താവിക്കുന്നവർ എഴുന്നേൽക്കും, ഉണർന്നിരിക്കുക. നാലാമത് 1 പത്രോസ് 5:8 വായിച്ചേ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. നോക്കണമേ, പിശാചിന്റെ വലയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരിക്കണം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയാതെ ചുറ്റിത്തിരിഞ്ഞടക്കുന്നു. അവന് ഒരു ലജ്ജയില്ല. ആരെയാണ് വിഴുങ്ങേണ്ടത്? സൂം പ്ലാറ്റ്ഫോം വന്നിരിക്കുന്ന ആരെയാണ് ഇന്ന് വിഴുങ്ങേണ്ടത്? ഇങ്ങനെ ഓരോരുത്തരെയും ചുറ്റിത്തിരിഞ്ഞടക്കും. ഇതിന്റെ ഇടയ്ക്ക് അശ്രദ്ധ മാറ്റിക്കൊണ്ട് ടെലിഫോൺ ചെയ്യുക, അതേ അതിന്റെ ഇടയ്ക്ക് അതേ കപ്പ വിഴുങ്ങിയത് കഴിക്കുക. ഇതൊക്കെ സാത്താൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൂം പ്ലാറ്റ്ഫോമില് നമ്മുടെ ഇത്രയും പേര് ഇപ്പൊ എത്ര പേരുണ്ട്? 117 പേരുണ്ട്. 2 പേര് ഇറങ്ങിപ്പോയി. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരും സാത്താൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടത് അറിയാതെ ചുറ്റിത്തെറിഞ്ഞെടുക്കുന്നു. 4-ാമത്തെ വിഷയം, പിശാചിന്റെ വലയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരിക്കണം. എഫെസ്യർ 5:14. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക,
എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കണമെങ്കിൽ ഉണർന്നിരിക്കണം. ആ ഒറ്റ വാചകം എഴുതിയാൽ മതി. ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കണമെങ്കിൽ ഉണർന്നിരിക്കണം. അടുത്തത് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആകയാൽ നാം ശേഷിപ്പുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമായിരിക്കുക. ആക്കണമേ, ഉണർന്ന് സുബോധവുമായിരിക്കണം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ആകയാൽ ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ, മറ്റുള്ളവരൊക്കെ ഉറങ്ങിക്കിടക്കുക, നീ ഉണർന്നിരിക്കണം. ഞാന് 5 ആ കൂട്ടം വെളിപ്പാട് 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ കള്ളനെ പോലെ വരും. നിങ്ങൾ ഉണർന്നിരിക്കണം. ഒന്നാമത് ഉണർന്നിരിക്കുക. ബാക്കി 3 വിഷയങ്ങൾ 4 വിഷയങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് തീർത്തി അവസാനിപ്പിക്കാം. ഇവിടെ വായിക്കുന്ന അടുത്തത് ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഈ സഭയിൽ ചാവാറായ ശേഷിപ്പുകളുണ്ട്. എല്ലാം ചത്തോണ്ട് കിടക്കുക, ആത്മീയമായി ചത്തെടുക്കുക. എന്താണ് ഈ ചാവാറായ ശേഷിപ്പുകൾ? അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞ്, ഇനി എനിക്ക് 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നോക്കണമേ, ആസന്ന മരണമായി അവശേഷിക്കുന്നവനെ ഉത്തേജിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. കേടാറായ തീപ്പൊരികൾ അവശേഷിക്കും. അതേ, അതിൻ്റെ അകത്ത് ആ തീപ്പൊരി പിന്നെ നമുക്കത് കത്തി തീ ഉണ്ടാക്കാൻ തക്കൊണ്ട് കഴിയും. രോഗബാധിതനായി മരണത്തോടടുക്കുന്ന മനുഷ്യരിലും ജീവന്റെ ശേഷിപ്പുണ്ട്. അതുപോലെ ആത്മീയമായി ഈ സഭ മരിച്ചു കിടക്കുകയാണ്. അവരെ ഉത്തേജിപ്പിച്ചു കൊണ്ടുവരണം. ഞാൻ 1 കാര്യം വാക്യങ്ങൾ വായിക്കട്ടെ. എസെക്കിയേൽ പ്രവചനം 34-ാം അധ്യായം 4-ാം വാക്യം ആദ്യം വായിച്ചേ. എഫെസ്യർ 34 ഇതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവുകെട്ടുകയോ ചിതറിപ്പോയതിനെ. വായിച്ചേ. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കുക, അതിനെ അന്വേഷിക്കുന്നില്ല. അതേ സഭയിൽ ആരും അന്വേഷിക്കുന്നില്ല. ആടിനെ കുറിച്ച് പറയുകയാണ്. ഇനി 16-ാമത്തെ വാക്യം വായിച്ചേ. 16 കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ ദീനം പിടിച്ചതിനെ ശക്തീകരിക്കും. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. ആടുകളെ കുറിച്ചുള്ള വിചാരം നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് സഭയെ കടക്കുക, ചത്തുകൊണ്ടിരിക്കുക, ഒറ്റ കുഞ്ഞു കയറി പ്രാർത്ഥിക്കുന്നില്ല. സഭയുടെ ഏറ്റവും വലിയ പരാജയമാണത്. സഭ ചത്തുകൊണ്ടിരിക്കുകയാണ്, അനേകരുടെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തർക്കും ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല, ഒരുത്തരെ ഒന്നും വിചാരിക്കുന്നില്ല, ഒരുത്തനെ വീട്ടിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നില്ല. എന്നാൽ ദൈവം തന്നെ പറയാണ്, ഞാൻ ഇവരെല്ലാം ജീവിപ്പിക്കും. ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ്. ചാവാറായ ശേഷിപ്പുകൾ അതിന്റെ ഉദാഹരണം 1 രാജാക്കന്മാർ വാക്യം വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടുക. 19-ാം അധ്യായം 4 മുതൽ ഒന്ന് വായിച്ചാൽ മതി. ഏലിയാവ് കർമ്മേലിന്റെ കൊടുമുടിയിൽ തീ ഇറക്കുമെന്ന 450 പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞുമെന്ന. ആ പ്രവാചകന്മാരെ കൊന്നതിന് ശേഷം ഈസബേൽ കാര്യം പറഞ്ഞു, നാളെ ഈ നേരത്ത് അവരുടെ ജീവൻ പോലെ നിന്റെ ജീവനെ ആക്കുന്നില്ലെങ്കിൽ യഹോവ എന്റെ ദേവന്മാർ എന്നോട് തക്കൊണ്ടോ അധികം ചെയ്യട്ടെ. നിന്റെ ദേവന് ഒരു ഗുണവും ഇല്ലെന്ന് മനസ്സിലാക്കി തെളിയിച്ചതാ ഏലിയാവ്. ഇപ്പോഴും അവൾ ദേവന്മാരിൽ ആശ്രയിക്കുകയാണ്. ഏലിയാവ് ഒറ്റ വാക്കിന്റെ വെളിച്ചത്തിൽ പേടിച്ചു പോയി. അവൻ ക്ഷീണിച്ച ഒരു ദിവസത്തെ ദൂരം നടന്ന് അത് ചൂരച്ചേട്ടന്റെ കീഴെ കിടന്ന് ഉറങ്ങി പറയുകയാണ്, മതി യഹോവേ എന്റെ ആത്മാവിന്റെ അടുത്തോണ്ടമേ. അവൻ ചാകാൻ തുടങ്ങുക, മതി യഹോവേ എന്റെ ആത്മാവിന്റെ അടുത്തോണ്ടമേ. ഇവന്റെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനയൊക്കെ ദൈവം എല്ലാം കേട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ കാണുമോ? നമ്മുടെ അമ്മച്ചി പ്രാർത്ഥിച്ചു, എന്നെ അങ്ങ് എടുത്തോനെ. 2 മക്കൾ തീരുമാനിച്ചു, അമ്മച്ചിയെ കേട്ടിട്ട് മക്കൾ മടുത്തുന്നേ. ഒരു മകൻ തട്ടുമ്പുറത്ത് കയറിയിരുന്നു, ഒരു മകൻ താഴെ കട്ടിന്റെ കീഴിലിരുന്നു. അമ്മച്ചി വീണ്ടും പ്രാർത്ഥിച്ചു, എന്നെ അങ്ങ് എടുത്തോനെ. മൂത്തമൻ ഇളയ മകൻ മോളിൽ നിന്ന് തട്ടുപുറത്ത് വിളിച്ചു പറഞ്ഞു, മോളെ നീ ഇഞ്ഞു പോ, നിന്നെ എടുക്കാൻ പോവാ. കട്ടിന്റെ കീഴിലിരുന്ന മകൻ ഈ കട്ടിലോട് എടുത്തങ്ങ് പൊക്കി, എപ്പോ എടുക്കരുതേ. ഇങ്ങനെ മരിക്കാൻ നിൽക്കുന്ന ആഗ്രഹമൊന്നുമില്ല, ചുമ്മാ വായിക്കിടന്ന് പറയാ. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ട്. മതി യഹോവേ എന്റെ ആളിനെ അങ്ങ് എടുത്തോണ്ട്, മരിക്കാൻ കൊതിക്കുക. ചാവാറായി ശേഷിച്ചു. ദൂതൻ വന്ന് കടലിമേ ചുട്ട അടയും അപ്പം കൊടുത്തു. പിന്നെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. അത് അവൻ കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങുക. 2ാമതും കൊണ്ട് കൊടുത്തു, ഏലിയാവെ എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. സാവാറായ ശേഷിപ്പിനെ ശക്തീകരിച്ച് ആ ആകാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളും
അവൻ യാത്ര ചെയ്തു. ഇനി അടുത്ത വേറൊരാളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, ശിംശോനെ കുറിച്ച് വായിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ 16-ാം അധ്യായം ന്യായാധിപൻ 16-ന്റെ വായിച്ചാട്ടെ. ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എന്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. അതോ ചത്ത് കിടക്കുക ശിംശോൻ ആരായിരുന്നു? ഒരു രാത്രിയില് താൻ താമസിച്ച വീട് ഓടാമ്പലോട്ട് എടുത്തുകൊണ്ട് എബ്രോന്റെ മുകളിൽ കൊണ്ട് വെച്ചവനാ. ഇപ്പോൾ എന്തെല്ലാം കുന്ന് 2 എന്ന് പറഞ്ഞ് ഫെലിസ്ത്യരെ കുന്നുകളായി കൂട്ടിയവനാ. ഇപ്പോൾ കണ്ണും പോയി. അതൊക്കെ വിശദീകരിക്കാൻ സമയമില്ല. കണ്ണും പോയി. അത് അവന്റെ കൃപ നഷ്ടപ്പെട്ട് ശേഷം മനുഷ്യരെ പോലെ അവനായി. ഇപ്പൊ ഫെലിസ്ത്യന്റെ അമ്പലത്തിൽ കൂത്തുകാഴ്ചക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്കണമേ, ഒരു ഉപദേശി, എത്ര പ്രയോജനപ്പെട്ടവൻ, കൃപാവരം ഉണ്ടായിരുന്നവൻ. ഇവന്റെ പേര് കേൾക്കുമ്പോൾ ലോകം നടങ്ങുമായിരുന്നു. ചാവാറായി ശേഷം ചത്തോണ്ടിരിക്കുക. അവനൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, യഹോവേ, ഒരു പ്രാവശ്യം കൂടെ എന്റെ ശക്തി തിരിച്ചു തരണമേ. ആ പ്രാർത്ഥന നമ്മളാണെങ്കിൽ പറയും പോടാന്ന് പറഞ്ഞേ. ഇത്തരം കുരുത്തക്കെല്ലാം കാണിച്ച് ഡെയിലിയിലെ മടി കിടന്ന് തലയും വെച്ച് കിടന്നവനാണ് ഇപ്പൊ സഭാഗത്തിന് വന്നിട്ട് നിലവിളിക്കുന്നത്. അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞേനെ. എന്നാൽ അവന്റെ നിലവിളി ദൈവം കേട്ടു. അതാണ് ജീവനുള്ളവൻ നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. നീ ഇവിടെ വായിക്കുന്നത്, അതെ, ഇവിടെ വായിക്കുന്ന ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒറ്റ കുഞ്ഞിനെ വിടരുത്. എത്ര കൊടുപ്പാവിയാണെങ്കിലും അവരെ നമ്മൾ കൈവിടരുത്. അവരെ ശക്തീകരിച്ചു കൊണ്ടുവരണം. നോക്കണമേ, ശിംശോന്റെ ആ പ്രാർത്ഥന നിങ്ങൾ വാച്ചെടുത്തിട്ടേ ഇപ്പം തന്നെ വാച്ച് നോക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ നിർത്തുകൊണ്ട് 11 സെക്കൻഡ് ആ പ്രാർത്ഥന എന്ന് വായിച്ചു. വെറും 11 സെക്കൻഡ് ആ പ്രാർത്ഥന വായിക്കാം. ശിംശോന്റെ ആ പ്രാർത്ഥന, ഇതുവരെ വന്ന പരാജയങ്ങൾ എല്ലാവൻ ദുഃഖിച്ച് പറഞ്ഞു. 11 സെക്കൻഡ് കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ശക്തി മടങ്ങി വന്നു. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കേ. ശിംശോൻ, ബാരാക്ക്, ഇവരെ കുറിച്ച് വിവരിപ്പാൻ തക്കണം സമയം പോരാ. ഞാനവല്ല എബ്രായലേഖനം എഴുതുകയാണെങ്കിൽ ശിംശോന്റെ പേര് അവിടെ എഴുതുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ശിംശോൻ, ബാരാക്ക്, ഇവരെ കുറിച്ച് പറയാൻ തക്കണം സമയമില്ല. ചാവാറായി ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഇന്ന് രാത്രികാലം പിന്നെ വായിക്കുന്ന എന്താ അറിയാമോ? അടുത്ത 3-ാമത്തെ വിഷയം ഓർക്കുക. അതേ സമയം പോയതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഓർക്കുക, 5 കൂട്ടം കാര്യമുണ്ട്. ഒന്നാമത് നമ്മൾ വായിച്ചത്, അതെ, എന്താണ് വായിച്ചത്? ഉണർന്നിരിപ്പീൻ. രണ്ടാമത് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. മൂന്നാമത് ഓർക്കുക. 3 മിനിറ്റ് ഉണ്ട് കേട്ടോ. എന്റെ ഇന്ത്യൻ ക്ലോക്ക് എന്റെ മുന്നിലായിരിക്കുന്നത്. അതെ, ഓർക്കുക. എന്തെല്ലാം ഓർക്കണം അത് മാത്രം ഒന്ന് വായിച്ച് നമുക്ക് നിർത്താം. അതേ, അതിന്റെ എഫെസ്യർ 2:12 വായിച്ച മക്കളെ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ഇവിടെ ഇരിക്കുന്ന പഴയ അനുഭവമൊക്കെ നമ്മളൊന്ന് ഓർക്കണം. ഇനി രണ്ടാമത് 2 തീമോഥെയോസ് 2:8. ഓ, നിങ്ങൾ മിടുക്കരാന്ന ഞാൻ വിചാരിച്ചത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് കേട്ടോ. ഇനി മൂന്നാമത് 50-ാം സങ്കീർത്തനം 22-ാം വാക്യം, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഉണ്ടാകില്ല. അങ്ങനെ വായിക്കുമ്പോളേ, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളി. ലൂക്കോസ് 18:32 മാറ്റാടി വായിക്കേ. ലോകത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളി. ഞാൻ പറഞ്ഞപ്പോ ഒരു അമ്മാമ്മ ചോദിച്ചു, വല്ലവന്റെ ഭാര്യയാണ് ഓർത്തോണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ഭാര്യയെ ഓർത്തോളി. അതിന്റെ കാരണമുണ്ട്. അവള് പുറകോട്ട് നോക്കി ഉപ്പ് തൂണായി പോയി. ഇതൊക്കെ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളാ. ഒരു അമ്മാമാർ, എനിക്ക് അമ്മാമാരുടെ വർത്താനം കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അത് വയസ്സുള്ള ഒരു അമ്മാമ്മ, വേറെ തൊഴിലൊന്നുമില്ല. ലോകത്തിന്റെ വല്ലവന്റെ ഭാര്യ ഓർക്കുക. 63-ാം സങ്കീർത്തനം 5-ാം വാക്യം. എന്റെ കിടക്കയിൽ പോയോ, എന്റെ കിടക്കയിൽ ഓർക്കയും. നമ്മുടെ കിടക്കയിൽ കർത്താവിനെ ഓർക്കണം കേട്ടോ. മറ്റു കാര്യം ഓർത്തോണ്ടിരിക്കാതെ കിടക്കയിൽ കർത്താവിനെ ഓർത്ത് രാത്രി യാമങ്ങളിൽ ഞാൻ ധ്യാനിക്കുക ചെയ്യുമ്പോൾ എന്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. യോന 2:7. അവൻ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിച്ചെന്ന്. ക്ഷീണിക്കുമ്പോൾ യഹോവയെ ഓർത്തുകൊള്ളുക. അവൻ ക്ഷീണിച്ചപ്പോൾ അവൻ യഹോവയെ ഓർത്തു. ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. ഇപ്പൊ ഇവിടെ 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തെന്ന് ഓർക്കണം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ആഴ്ചയുണ്ട്. ഇതെല്ലാം പറഞ്ഞ് നമുക്ക് തീർക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ വാക്യങ്ങൾ
അഗാപ്പെ അത് സൈറ്റിൽ നിന്ന് ആ വാക്യങ്ങളെല്ലാം കുറിച്ചെടുത്ത് പഠിക്കണം. ആ 7 മരണങ്ങളൊന്നും കൂടെ പറയുമോ? 7 മരണോ? അഗാപ്പയുടെ ബൈബിൾ ആ സൈറ്റിൽ നോക്കിയാൽ പോരെ? ദൈവത്തിന് സ്തോത്രം. ആണോ? അല്ലെങ്കിൽ എന്നെ വിളിക്കേ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദൈവം നമ്മളെ പറഞ്ഞിട്ട് ലാഡ് സാർ. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് ദൈവം സഹായിച്ചുവല്ലോ. ഈ പ്രായത്തിലും ഇത്ര എനർജിയോടെ പഠിപ്പിക്കുവാൻ ഒക്കെ ദൈവം സഹായിക്കുന്നുവല്ലോ. തന്റെ എല്ലാ ഉത്സാഹത്തിനും വളരെ നന്ദിയുണ്ട്. ദൈവം തന്നെ ശക്തമായി വീണ്ടും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളത്തെ ക്ലാസ് പാസ്റ്റർ ജോർജ് വർഗീസ്, ക്രിസ്റ്റോളജി, ഫിലദൽഫിയയിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പഠിപ്പിക്കുന്നതായിരിക്കും. അദ്ദേഹം ഇപ്പോൾ സത്യം പറഞ്ഞാൽ PC നാക്കിനോടുള്ള ബന്ധത്തിൽ ചിക്കാഗോയിലാണ്. എങ്കിലും നമുക്ക് വേണ്ടി അദ്ദേഹം സമയം വേർതിരിച്ച് നാളെ പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ഉത്സാഹം. അടുത്ത വ്യാഴാഴ്ച ഞാൻ കാണത്തില്ല, കോൺഫറൻസിലാണ്. വേറെ ദിവസം എടുക്കാൻ പറ്റുമോ സാറിന്? ചൊവ്വാഴ്ച പറ്റുമോ? നാളെ കഴിഞ്ഞ ഈ ചൊവ്വാഴ്ച. വരുന്ന ചൊവ്വാഴ്ച. ഓക്കെ, അത് നമുക്ക് മാറാം. ചൊവ്വാഴ്ച എടുത്തോ കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ ദുബൈയിലെ ക്ലാസ് ക്യാൻസൽ ചെയ്യാം. അല്ല, അത് സാരമില്ല, ക്യാൻസൽ ചെയ്യണ്ട, മാറ്റി. അത് വേണമെന്നില്ല. സെയിം ടൈമിലാണ്. അത് അവർ ഇതുവരെ ഒന്ന് ക്യാൻസൽ ചെയ്തില്ല. ഒരു പ്രാവശ്യം അനുഭവിക്കട്ടെ. ഓക്കെ. കർത്താവിന്റെ ദാസന്മാരൊക്കെ നമ്മുടെ ബൈബിൾ ക്ലാസ്സിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഉത്സാഹം, വായനയിലും എല്ലാം കാണിക്കുന്ന ഉത്സാഹവും എല്ലാമാണ് നമ്മുടെ ദൈവദാസന്മാരെയൊക്കെ നമ്മുടെ ക്ലാസ്സിൽ കൂടുതൽ അല്ലെങ്കിൽ പ്രാധാന്യം തരുവാൻ പ്രാപ്തരാക്കുന്നത്. എല്ലാവരുടെയും സഹകരണത്തിന് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥതയോടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഒരു സഹകരണം എല്ലാം വളരെ പ്രശംസനീയമാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇതുവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പോകാം. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ ജോർജ് വർഗീസ് ക്ലാസ് എടുക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ക്ലാസ്സുകളൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇന്നലത്തെ സങ്കീർത്തനത്തിന്റെ ക്ലാസ് ഒക്കെ നിങ്ങൾ ദയവായിട്ട് യൂട്യൂബിൽ ജോയിൻ ചെയ്യാത്തവർ കേൾക്കണം. പ്രത്യേകിച്ച് ഗാന ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളൊക്കെ കേൾക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങൾ പാഴാക്കാതിരിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ബ്രദർ ഈശോ വർഗീസ് പ്രാർത്ഥിച്ചാട്ട്. ഈശോ വർഗീസ് അവസാനമായി പ്രാർത്ഥിച്ചാട്ട്. അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയുള്ള ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ യാത്രയുടെ യാമത്തിൽ കർത്താവെ, ഈ കർത്താവെ, പകലിന്റെ സമയത്ത് കർത്താവെ, തിരുമുമ്പിൽ ഞങ്ങൾ കടന്നു വരാൻ തുറക്കാൻ സഹായിച്ച വൻകൃപയ്ക്ക് വേണ്ടി നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവെ, ഹാലിലെ ചോദിക്കുന്നതിനും നിനക്കെതിരെ അത്യന്തപരമായി നടത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമായി ഈ മീറ്റിങ്ങിനെ അവിടുന്ന് അനുഗ്രഹിച്ച കൃപയ്ക്ക് വേണ്ടി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വം കരറ്റുവാൻ ദൈവമേ കുഞ്ഞുങ്ങളെ സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ, ഹാലലി അനുഗ്രഹിക്കാനുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ അതിനെല്ലാം അവിടുന്ന് ജയം തരുന്ന കൃപയുടെ നന്ദിയോടെ സ്തോത്രം. ഹാലലി കർത്താവ്, ഈ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്ന കർത്താവെ, നിന്റെ മകനെ അവിടുന്ന് അനുഗ്രഹിക്കുമ്പോഴേ കൃപ ചൊരിയണം പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹാലലി അനുഗ്രഹിക്കപ്പെട്ട ഉൾപ്പെട്ട ക്ലാസ്സുകൾ നടത്തുക കർത്താവെ. ആൻഡ്രൂപാസിലാണ് ശക്തമായിട്ട് ഉപയോഗിച്ച കൃപയുടെ നന്ദിയുള്ള സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. ആയുസ്സു ആരോഗ്യം ബലം ശക്തിയും കൊടുത്ത് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ സ്ഥലത്തും കർത്താവെ നടത്തുന്ന മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കാൻ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പ്ലാറ്റ്ഫോമിൽ കടന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ സഹോദരന്മാരെയും ദേവദാസന്മാരെയും കർത്താവെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഹാലയിലെ കർത്താവെ, അവിടുന്ന് കൊടുത്തിരിക്കുന്ന അവർക്ക് കൊടുത്തിരിക്കുന്ന ശുഷ്കാന്തിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ കാലത്തിലും കർത്താവെ, വചനം എന്തെന്ന് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള കൃപ, ദൈവകൃപ അവർക്കെല്ലാം എല്ലാവർക്കും കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. തൃക്കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരും താഴ്ത്തി ഏൽപ്പിക്കുന്നു. സ്വർഗം സകല പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാണമേ സ്വർഗ്ഗ പിതാവേ. ആമേൻ, ആമേൻ. പാസ്റ്റർ CB ആൻഡ്രൂസ് ആശീർവാദം പറഞ്ഞാൽ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹിത്വവും സഹവാസവും എളിവരാകും നമ്മോട് തന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഞാന് ചോദിച്ച സഹോദരൻ മറുപടി അങ്ങ് പറയാൻ സമയമുണ്ടോ? പറഞ്ഞു. ആ സഹോദരി കേട്ടോ കേട്ടോ എഴുതിയെടുത്തോ. അല്ലെ, ഞാൻ വിളിക്കുമ്പോ ഇവിടെ കണ്ടില്ലെങ്കിലേ ഒന്ന് ആരാ സഹോദരി? ഏത് സഹോദരന്റെ പേരെന്ന് പറഞ്ഞേ? പോയോ? ആരായിരുന്നു ചോദിച്ചേ? യൂട്യൂബിൽ കേട്ടാ മതിയല്ലോ, വീണ്ടും എഴുതിയെടുക്കാമല്ലോ. അതെ, അല്ല സഹോദരി ഇപ്പൊ ഇവിടെ ഇല്ല, അല്ലേ പറഞ്ഞാനെ പോയി അപ്പോഴേ. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. നാളെ ഞാൻ യൂട്യൂബില് ഞാൻ വാട്സാപ്പിൽ ഒരു ക്വസ്റ്റ്യൻ അയച്ചാൽ എനിക്ക് റിപ്ലൈ തന്നില്ല. അതെ, ഞാൻ പഠിപ്പിച്ച ഭാഗം സംബന്ധിച്ചാണോ? വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ.
അത് ഞാൻ നോക്കണം, ഒന്നുകൂടെ അയക്കും കേട്ടോ. ഞാൻ ഒരുപാട് ആയിരക്കണക്കിന് കോളാ വരുന്നത്. ഓക്കെ ഓക്കെ